എന്തൊക്കെയാണ് ശരിക്കും ഈ കലോറി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകൾ. ഈ തെറ്റിദ്ധാരണകളെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ സൊല്യൂഷൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാനും നമ്മുടെ വർക്കൗട്ട് രീതികൾ പ്ലാൻ ചെയ്യാനും ഒരുപക്ഷെ നമ്മുടെ മസിൽ അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, ശരീരത്തിനകത്തെ ഫാറ്റ്, ഇതിനെയൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ കമ്പോസിഷൻ ആക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കലോറി മൊത്തത്തിൽ നമ്മൾ കുറക്കുക എന്ന് പറയുന്നത് ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ബാഡ് ഐഡിയ ആണ്, ഒരു തെറ്റായ കാര്യമാണ്. നമ്മുടെ കലോറി എവിടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്ന് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പല രീതിയിൽ അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ശ്വാസം കഴിക്കുക പോലുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 200 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്, 2000 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്. ഈ ഒരു നീറ്റിന് മാത്രം. അത് അഡാപ്റ്റീവ് തെർമോജെനിസിസ് ആണ്. ഇപ്പൊ ഇതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കലോറി ഉപയോഗിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ ബോഡി കമ്പോസിഷൻ, ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കലോറി കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രാക്കേഴ്സും പലപ്പോഴും നമ്മളോട് പറയുന്ന കലോറി ബേൺ, ഇത്ര കലോറി നമ്മൾ കത്തിച്ചു എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല.